6 മാസം മുമ്പ് ഞാനെടുത്ത ഫോണാണ് ഈ 17 Pro. അന്ന് ഇതിന് എനിക്ക് റേറ്റ് വന്നത് 1,20,000 ആയിരുന്നു. സൗദി അറേബ്യയിൽ നിന്നാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. സൗദി അറേബ്യൻ റിയാൽ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4,800 റിയാൽ. അന്ന് ഇതിൻ്റെ കൂടെ അവർ തന്നത് വെറും ഒരു കേബിൾ മാത്രമാണ് കേട്ടോ. ബോക്സിൻ്റെ വെയിറ്റ് കുറക്കാനും കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് സിം ഇജക്ടർ പോലും അവരിതിന് തന്നിട്ടുണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു ബുക്ക് ഉണ്ടാവില്ലേ, ആ ബുക്കിന് പകരം അവരൊരു QR കോഡാണ് തന്നില്ലേ. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് ആ ബുക്ക് കാണാൻ കഴിയുമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന ആ ഒരു 17 Pro. അടുത്ത മാസം 18 Pro വരാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും 17 Pro എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. വാങ്ങണ്ടെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എടുക്കുന്ന ടൈമിൽ ഈ ഫോണിൻ്റെ പ്രൈസ് ഉണ്ടാകുന്നില്ല, അതേ പ്രൈസ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് 2-3 മാസമായിട്ട് ഏറെക്കുറെ ഒരു 200 റിയാൽ 300 റിയാൽ കൂടുതലായിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ ഒരാഴ്ചയിൽ വീണ്ടും ആ ഒരു പ്രൈസിൽ തന്നെ വന്നിട്ടുണ്ട്, അതായത് 4,800. ഈ വാറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ പ്രൈസ് അതേപോലെ തന്നെ നിലനിന്ന് പോവായിരുന്നു ഇതുവരെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഞാൻ മുമ്പ് ഉപയോഗിച്ചിരുന്നത് 14 Pro Max ആണ്. ആ 14 Pro Maxലാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും. അപ്പോൾ എനിക്ക് ഫീൽ ആയിട്ടുള്ള ഇതിൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോ മാക്സ് സീരീസിൽ നിന്ന് പ്രോ സീരീസിൽ വന്നപ്പോൾ ചാർജ് ബാക്കപ്പിൻ്റെ ഒരു ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നല്ലോണം ഹാർഡായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ്. വീഡിയോ ഷൂട്ടിനാണെന്നുണ്ടെങ്കിലും പിന്നെ ഫുൾ ടൈം മൊബൈലിൽ തന്നെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും എനിക്ക് അതൊരു ഭയങ്കര ഡ്രോബാക്കായിട്ട് തോന്നി. പിന്നെ നല്ലോണം ഹീറ്റ് ആവുന്നുണ്ട് ഫോണ്. പിന്നെ ഇത് GCC സ്പെക്ക് ആവുകൊണ്ട് തന്നെ eSIM ആണ് ഇതിൽ സപ്പോർട്ടഡ് ആയിട്ടുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് 2 eSIM ആക്കിയതിന് ശേഷം എനിക്കിപ്പോൾ ചില ടൈമിൽ നെറ്റ്വർക്ക് കിട്ടുന്നില്ല. അത് മെയിൻലി സൗദി സിമ്മാണ് എനിക്ക് കൂടുതലും കിട്ടാറ്. നാട്ടിൽ നിന്നായിരുന്നപ്പോൾ ഇതേ ഒരു ഇഷ്യൂ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ചില ടൈമിൽ നെറ്റ്വർക്ക് ഫുള്ളായിട്ടും കിട്ടാണ്ടാവും. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് അത് ഓട്ടോമാറ്റിക് വരിക. പിന്നെ നെറ്റ്വർക്ക് നമുക്ക് റേഞ്ചിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ട് ചില ടൈമിൽ. അപ്പോൾ മിക്കപ്പോഴും ഞാനിപ്പോൾ വൈഫൈയിൽ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ 14 Pro Maxന്ന് 17 Proക്ക് മാറിയപ്പോൾ എനിക്ക് വല്ലാണ്ടൊന്നും പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ആയിട്ടില്ല. കാരണം ഏറെക്കുറെ ചെറിയ ഈ ഒരു മോഡലിൻ്റെ വ്യത്യാസം, പിന്നെ 4 ആളുടെ ഇടയിൽ പോകുമ്പോൾ ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്നതും ആ ഒരു ഡിഫറൻസാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. ഈ ഒരു കളർ ഇത് കാണുമ്പോഴുള്ള ഒരു പ്രീമിയം, പിന്നെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ നമ്മൾ കയ്യിലുണ്ടെന്നുള്ള ഒരു സംഭവം, അത് മാത്രമാണ് ഒരു സോഷ്യൽ സ്റ്റാറ്റസ് മാത്രമാണ് ഈ ഒരു 17 Pro കൊണ്ട് എനിക്ക് കിട്ടുന്നത്. തീർച്ചയായും ക്യാമറ ക്വാളിറ്റി അടിപൊളിയാണ്. 14 Pro Maxന് കമ്പയർ ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് ബെറ്റർ, എന്തായാലും ഷുവറാണ്. പക്ഷേ അതിനനുസരിച്ച് ഞാനാണെങ്കിൽ 256 GB ആണ് വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ സ്റ്റോറേജും ഫുള്ളാവുന്നുണ്ട്. ഇന്ന് തന്നെ ഞാനൊരു 70 GB ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോസും അതേപോലെ എഡിറ്റിംഗ് ആപ്ലിക്കേഷനിൽ ഉണ്ടായിരുന്ന കുറേ ഫയൽസും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അത് അങ്ങനെയൊക്കെയാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. ഒരു 1 TBയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഏറെക്കുറെ 1000 റിയാൽ 1500 റിയാലിൻ്റെ ഡിഫറൻസും പ്രൈസിലും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അന്ന് 256 GB എടുത്തത്. പിന്നെ ഞാൻ എടുത്ത ടൈമിൽ ഈ ഒരു പൗച്ച് തന്നെ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു. ഇതുവരെ അത് ചേഞ്ച് ചെയ്തില്ല. പക്ഷേ ഒരു 1 month ആയപ്പോഴേക്കും ഈ ഒരു സൈഡിൽ എനിക്കൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഇവിടെ ആയിട്ടൊരു സ്ക്രാച്ച് വന്നു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഞാൻ ഒരു മൊബൈൽ ഷോപ്പ് ചെന്നിട്ട് ഫുൾ ലാമിനേഷൻ ചെയ്യാണ് ചെയ്ത് മൊബൈലിൻ്റെ. അതിനുശേഷം ഈ കവറ് യൂസ് ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതൊരു വലിയ ഡ്രോബാക്കാണ്. ഇതിൻ്റെ പെയിൻറ്റ് ഇളകി പോരുന്നുണ്ടെന്നുള്ളത്. ജസ്റ്റ് ഒരു കച്ചറ അങ്ങനെ എന്തോ ഉള്ളിൽ കുടുങ്ങി കിടക്കായിരുന്നു, അത് കാരണം കൊണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും പ്രോ മാക്സ് ആയിരുന്നു ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ 18 Pro എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അതൊന്ന് ആലോചിച്ചെടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതൊരു വാല്യൂ ഫോർ മണി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെയും ഒരു 14 Pro Max ഒരു 14 സീരീസിൽ നിന്ന് 18 സീരീസ്ക്ക് അല്ലെങ്കിൽ 17 സീരീസ്ക്കൊക്കെ വരുന്നവർക്ക് പിന്നെയും കുഴപ്പമില്ല. പക്ഷേ വാല്യൂ ഫോർ മണി ആയിരിക്കണം എന്നില്ല. നിങ്ങളൊരു നല്ലോണം ഹാർഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്രേസിൻ്റെ പുറത്താണെന്നുണ്ടെങ്കിൽ മാത്രം ഓക്കെ, ക്യാഷ് ഒന്നും നോക്കാണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലാണ്ട് വാല്യൂ ഫോർ മണി എന്നുള്ളൊരു ലെവലിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാനിത് പ്രൊമോട്ട് ചെയ്യില്ല. പിന്നെ ഇതിലുള്ളൊരു ഫീച്ചറാണ് ഈ ഒരു ക്യാമറ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്വിച്ച്. ഇതിൻ്റെ ഒരു ഉപയോഗം എനിക്കിതുവരെ വന്നിട്ടില്ല കേട്ടോ. നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് സെൽഫി എടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് സൂം ചെയ്യാനൊന്നും ഞാനിതുവരെ ഇത് ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഇതിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ, വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യില്ല. ഇതിൻ്റെ ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. അതൊരു ഉപയോഗമില്ലാത്തൊരു ഐറ്റമായി പോയി ആ ഒരു സംഭവം. അപ്പോൾ 17 Pro 18 Pro ഒക്കെ വാങ്ങാൻ നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ 1 മാസം കൊണ്ട് വെയിറ്റ് ചെയ്യുക.
പുതിയ ഐറ്റം വന്നിട്ട് അതിനനുസരിച്ച് വാങ്ങുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ വില കൂടാൻ ചാൻസ് ഉണ്ട്, കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 17 Pro 18 Pro ഒക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ നോക്കിയിട്ടൊക്കെ പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് ക്യാഷ് ഇഷ്ടം പോലെ ഉണ്ട്, കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതല്ല 15 Pro 16 Pro എന്നൊക്കെ 17 Proക്കും 18 Proക്കും ഒക്കെ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു അത്രയ്ക്ക് നല്ലതാണോ എന്നുള്ളത് എനിക്കറിയില്ല. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.